PC ജോർജ്, രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ തന്നെ മുസ്ലിമുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്നത് ലീഗ് മതേതര പാർട്ടിയാണ്, വർഗീയ പാർട്ടിയല്ല. അതിൽ തന്നെ പൊരുത്തക്കേടില്ലേ? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ രണ്ട് മാന്യന്മാരുടെ പ്രസ്താവന നമ്മൾ കേട്ടല്ലോ. രണ്ടും പുച്ഛത്തോടു കൂടിയാണ്. ഞാൻ എളിമയോട് ഒരു പടക്കം വേണ്ട, പുച്ഛത്തോടു കൂടി ഞാൻ കാണുന്നത്. ചുമ്മാ ഇത് വിവരക്കേടും കള്ളത്തരവും പറയുന്നത്. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അവർ പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ്. അവരുടെ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പാലക്കാട് ഇത്തവണ അസംബ്ലി തെരഞ്ഞെടുപ്പുണ്ടായി, നമുക്ക് അറിയാമല്ലോ. ആ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് നമ്മുടെ CPM-ന്റെ മന്ത്രി ഉണ്ടല്ലോ, അയാള് CPM-ന്റെ മന്ത്രിയാന്ന് ഓർക്കണം, ഇപ്പൊ രാജിവെച്ചിരിക്കുക, മന്ത്രിയല്ല അയാള്. KT ജലീല്, SDPI, ജമാഅത്തെ ഇസ്ലാമി, PDP, അന്ന് കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ തീവ്രവാദ സംഘടന ഒരുമിച്ച് കൂടി. എന്തിന്? അവിടെ BJP സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ, കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ. ഇതിന്റെ മര്യാദ എന്താ? 44,000 വോട്ടാണ് ഒരുമിച്ച് ചെയ്തത്, അറിയാമോ? നിങ്ങൾ രണ്ട് മാന്യന്മാരും ഇപ്പൊ സംസാരിച്ചുകൊണ്ടാ പറയുന്നത്. ഈ ഊളത്തരൊന്നും ഞാനിരിക്കുന്നോർത്ത് പറയരുത്, എനിക്ക് തർക്കമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അവർ വോട്ട് ചെയ്തു, എന്നിട്ട് BJP സ്ഥാനാർത്ഥി തോൽപ്പിച്ചു. വലിയ മഹത്വമായി പോയല്ലോ. ഞാൻ ചോദിക്കട്ടെ, പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ എന്താണ് ഉണ്ടായി? എന്റെ അനുഭവം, ഞാനൊരു മുസ്ലിം വിരുദ്ധനും അല്ലല്ലോ. ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അവിടെ മുസ്ലിം വർഗീയത ഉണ്ടാക്കി. എന്നിട്ട് എന്താ ഇത്? 27,000 വോട്ട് എനിക്കെതിരായിട്ട് ഒരുമിച്ച് ചെയ്തു, എന്നെ തോൽപ്പിച്ചു. എന്നിട്ട് SDP-യുടെ നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളൊരു ടെസ്റ്റ് കേസ് എടുത്താണ്, സാറ് തെറ്റിദ്ധരിക്കരുത്, സാറ് നോക്കേണ്ടി വന്നു, ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, പക്ഷേ ഞങ്ങൾ തൊടുപുഴക്കൂടെ നടപ്പാക്കാൻ പോകുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിപ്പില്ല. ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം, നമ്മുടെ മുഹമ്മദ് ഗസ്നിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം. മനസ്സിലായോ? ഇതൊന്ന് വായന നമ്പിയാരെ രക്തം തിളയ്ക്കും, അറിയാമോ? എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ, അല്ല ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി. തുണിവൊക്കെ നോക്കുക, ഉടനെ വെട്ടുക. മനസ്സിലായില്ലേ? ഇത്ര വൃത്തികെട്ടവന്മാര്, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര്. എന്നിട്ട് പറയുക, വലിയ വിപ്ലവം പ്രസംഗിക്കുക. എനിക്ക് പ്രസംഗിച്ച ആ സഹോദരനോട് ഞാൻ വിനയത്തോട് പറയുക, നിങ്ങളൊരു മഠയനാകരുത്. മറ്റേ ലീഗിന്റെ ആളങ്ങനെ പറഞ്ഞോട്ടെ, ലീഗിന്റെ ആളങ്ങനെ ഉളത്തരം പറഞ്ഞ് നോക്കുകയല്ലോ. മുസ്ലിം ലീഗ് ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയവാദിയാണെന്ന് എൻ്റെ അഭിപ്രായം. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി എന്തിനാ അവർ വാദിച്ചത്? ഞാനൊരു സത്യം പറയാം. പാലൊളി മഹമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, വളരെ മാന്യനാണ്. പക്ഷേ അങ്ങേര് പറഞ്ഞ കാര്യം എങ്ങനെ നിഷേധിക്കും? ഞാൻ പാലൊളി കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണല്ലോ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളിലും മുസ്ലിം കയ്യേറിയത്. നിയമനങ്ങൾ മുഴുവൻ മുസ്ലിമിന് കൊടുത്തത് എങ്ങനെയാണ്? ആ പാലൊളിയെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് മുസ്ലിങ്ങള്. പാലൊളി കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, 96-ലുണ്ടായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, പാലൊളി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളിലും സെക്രട്ടേറിയറ്റ് ഇവിടെ മുസ്ലിം കയ്യേറി. ഇവിടെ ഈരാറ്റിവിടെ വില്ലേജ് ചെന്നു, 3 എണ്ണം മുസ്ലിങ്ങളാ. ഇവിടെ ക്രിസ്ത്യാനി വേണ്ട, ന്യൂനപക്ഷമല്ലേ? ഇവിടുത്തെ വിശ്വകർമ്മചര്യം ന്യൂനപക്ഷമല്ലേ? ഇവിടുത്തെ പട്ടികവർഗം വേണ്ടേ? എല്ലാം വേണ്ടെന്ന്, എല്ലാം പോട്ടെ, ഞങ്ങൾ മുസ്ലിങ്ങൾ മതി. ഇത് മര്യാദയാണോ? കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് വർഗീയ കോമരങ്ങളാണ് ഇവന്മാർ. ഞാൻ പച്ചയ്ക്ക് പറയുന്നു, എനിക്കൊരു മടിയില്ല ഇത് പറയാം. ഞാൻ ഈരാറ്റുപേട്ട, മനസ്സിലായില്ലേ? ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ ഏതാ? 40,000 പോപ്പുലേഷൻ ഉള്ളതിൽ 38,600 മുസ്ലിങ്ങളുള്ള ഈരാറ്റുപേട്ടയിൽ ഇരുന്നു കൊണ്ടാണ് PCOർ പറയുന്നത്, നിങ്ങളെപ്പുറം വർഗീയവാദികൾ, മനസ്സാക്ഷിയില്ലാത്ത വർഗീയവാദികൾ എവിടെ ഉണ്ട്? മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക്? മറ്റു മതസ്ഥരോട് സൗമനസ്യമുണ്ടോ? ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമനസ്യം നിങ്ങൾ കണ്ടുപിടിക്കുക. ഞങ്ങൾ ആരെങ്കിലും മുസ്ലിമിനെ കൊല്ലണമെന്ന് പറയുന്നുണ്ടോ? എന്തുകൊണ്ട്? ഞങ്ങളൊക്കെ പഠിച്ചത് ഇടകരണം തടിച്ച വലതുകരണം കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനാണ് ഞങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള എന്നതാ? അല്ലെങ്കിൽ നമ്മുടെ NSS നമ്മുടെ മന്നത്തപ്പ പറഞ്ഞിട്ടുള്ള എന്നതാ? ഇതിനൊക്കെ വിരുദ്ധമായിട്ട് മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നത്. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങോട്ട് മുണ്ടെടുക്കുന്നത്? തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ലേ മുണ്ടെടുക്കുന്നത്. അതിനകത്തിലെ വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേടും പറഞ്ഞ് നടക്കുക. നിങ്ങൾ ഏറ്റവും വലിയ വർഗീയവാദി മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി. ഇന്ത്യ അല്ല അവന് വേണ്ടത്, പാകിസ്ഥാനാണ് വേണ്ടത്. ഇവിടെ ക്രിക്കറ്റുകൾ നടക്കുമ്പോൾ നമ്പ്യാരെ, ക്രിക്കറ്റ് നടക്കുക, ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ നടക്കുമ്പോൾ
നമ്മുടെ ഇവിടെ കേരളത്തിലിരിക്കുന്ന മുസ്ലിമാ ചാനൽ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോ ഹേ ഹേ എന്ന് കൈയടിക്കുക. തറാൻ പറഞ്ഞവന്മാര്. അവൻ ഇന്ത്യക്കാരനാണോ? ഇന്ത്യയുടെ മനസാക്ഷി ഉണ്ടോ അവന്? ഇന്ത്യൻ ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോ കൈയടിച്ച് പാകിസ്ഥാൻ സിന്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാവും? ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? എന്തിനു കിടക്കുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക. ഇവരൊക്കെ പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ, പോകുന്നില്ലല്ലോ. പിന്നെ വർത്താനം പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നതല്ല, കുളിച്ച് കച്ചവടമൊന്നും എനിക്കില്ല. ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവനാ, സത്യം പറയും. ഞാൻ ആരും തിന്നാനൊന്നുമില്ല, ഞാൻ തിന്ന പേടിപ്പിക്കാനും എന്നെ പറയണ്ട. ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവൻ, അതുകൊണ്ട് പറയുക. നീയൊക്കെ പോണേ, എല്ലാം പോണേ, പാകിസ്ഥാനിലേക്ക് പോണേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു കിടന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നു? ഞങ്ങളിവിടെ ജീവിക്കട്ടെ. അതാ എനിക്ക് പറയാനുള്ളത്.